പ്രധാനമന്ത്രിയുടെ വീട് കയ്യേറി അത് തീയിടുക. പ്രധാനമന്ത്രി ജീവനും കൊണ്ട് ആദ്യം കാണുന്ന വിമാനത്തിൽ ചാടിക്കയറി നാട് വിട്ടു പോവുക. ഇതൊന്നും ഇന്ത്യ രാജ്യത്ത് നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം അത്ര ശക്തമാണ്. പഞ്ചാബിലെ സിഖ് പ്രക്ഷോഭകാരികൾ, ഖാലിസ്ഥാൻ വാദികൾ, കാശ്മീരിലെ വിഘടനവാദികൾ, ഇവരൊക്കെ ഇതുപോലുള്ള സമരം വരുമ്പോൾ ചാടിക്കയറി എൻ്റെ മുമ്പിൽ കയറി നിൽക്കും. ഇങ്ങനെ ഒരു സാഹചര്യം കൂടുതൽ തുടർന്ന് പോയാൽ തീർച്ചയായിട്ടും സർക്കാർ കൂടുതൽ ബലം പ്രയോഗിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ പോലും കർഫ്യൂ പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ കടുപ്പം കൂടിയ ചില വകുപ്പുകൾ ഉപയോഗിച്ച് ഇവരെ പിരിച്ചുവിടാനുള്ള ശ്രമത്തിലേക്ക് സർക്കാർ. സമരം കൊണ്ട് മാത്രം സർക്കാരിനെ മറിച്ചിടാൻ പറ്റിയില്ല എങ്കിൽ പോലും ഇത് ലോങ് റണ്ണിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കും. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യ തലസ്ഥാനത്ത് ഉയർന്ന പ്രതിഷേധം CJP ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉയർന്നു വരുന്ന പല ചോദ്യങ്ങളുണ്ട്. അതിന് ഉത്തരം കണ്ടെത്തുവാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നുണ്ടോ? അതിനൊപ്പം തന്നെ ചോദിക്കുന്ന മറുചോദ്യമുണ്ട്, CJP സമരം വഴിതെറ്റിയോ? സോനം വാങ്ചുക്ക് അപ്രതീക്ഷിതമായി സമരം അവസാനിപ്പിച്ചത് എന്തുകൊണ്ട്? വിദേശ ശക്തികളുടെ നുഴഞ്ഞുകയറ്റം ഈ വിഷയത്തിൽ ഓരോ ദിവസം കഴിയും തോറും വ്യക്തമായി കൊണ്ടിരിക്കുകയാണോ? പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുന്നു അഡ്വക്കേറ്റ് A. ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. ഇപ്പോൾ ഓരോ ദിവസവും കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. അതായത് ഈ CJP സമരം വഴിതെറ്റിയോ എന്നുള്ള ഒരു ചോദ്യം. അല്ല, ഇതിലെ പല ഘടകങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് ഇത്ര യുവാക്കൾ സമരം ചെയ്തുകൊണ്ടൊന്നും സർക്കാരിനെ അട്ടിമറിക്കാൻ പറ്റില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ. ബംഗ്ലാദേശിലും നേപ്പാളിലും അല്ലെങ്കിൽ മുമ്പ് ഈജിപ്തിലുമൊക്കെ നടന്ന പോലെ വലിയ ബഹുജന പ്രക്ഷോഭം, ജനകീയ പ്രക്ഷോഭം ആളിക്കത്തിച്ച് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഓടി രക്ഷപ്പെടുക. സിലോണിലൊക്കെ ഉണ്ടായിരുന്നു, ശ്രീലങ്കയിൽ സംഭവിച്ച പോലെ. പ്രധാനമന്ത്രിയുടെ വീട് കയ്യേറി അത് തീയിടുക. പ്രധാനമന്ത്രി ജീവനും കൊണ്ട് ആദ്യം കാണുന്ന വിമാനത്തിൽ ചാടിക്കയറി നാട് വിട്ടു പോവുക. ഇതൊന്നും ഇന്ത്യ രാജ്യത്ത് നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം അത്ര ശക്തമാണ്. മാത്രമല്ല ഈ കേന്ദ്ര സർക്കാർ തന്നെ അത്ര പ്രബലമാണ്. അത് ഭരിക്കുന്ന സർക്കാരിൻ്റെ ശക്തിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ശക്തിയോ അല്ല, ഭരണഘടനാനുസൃതമായിട്ട് കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുള്ള അധികാരം അത്ര കനത്തതാണ്, അത്ര കഠിനമാണ്. അപ്പോൾ അതുപയോഗിച്ച് ഏത് സെക്കൻഡിൽ വേണമെങ്കിൽ ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും ഇതിൻ്റെ എല്ലാ നേതാക്കന്മാരെയും, പ്രതിപക്ഷ നേതാക്കന്മാരടക്കം എല്ലാവരും തൂക്കിയെടുത്ത് പണ്ട് ഇന്ദിരാഗാന്ധി ചെയ്ത പോലെ ജയിലിലടക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ നാട്ടിലെ സാമൂഹ്യ മാധ്യമങ്ങളല്ല, ദേശീയ മാധ്യമങ്ങളടക്കം പ്രാദേശിക ഭാഷാ പത്രങ്ങളടക്കം എല്ലാത്തിൻ്റെ വായ മൂടിക്കെട്ടാനും ഒരു ബുദ്ധിമുട്ടുമില്ല. താൽക്കാലികമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കടന്ന കൈ ചെയ്ത് ഇത് ശാന്തമാക്കിയതിന് ശേഷം അത് പിൻവലിക്കാനും തകരാറൊന്നുമില്ല. അതൊക്കെ നിസ്സാരമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പിന്നെ ഇന്ത്യയുടെ കരസേന എത്രയാണ്, നാവികസേന എത്രയാണ്, വായുസേന എത്രയാണ്, ഇതിൻ്റെയൊക്കെ ശക്തി എത്രയാണ്, പ്രഹരശേഷി എത്രയാണ്, ഇതൊക്കെ അറിയാൻ പാടില്ലാത്ത ആളുകളാണ് ഇങ്ങനെ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇവിടെ ജിഹാദ് ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ അട്ടിമറി ഉണ്ടാവും. ഈ പാർട്ടികളുടെ സമരം കാണുമ്പോൾ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയൊക്കെ ഇവിടുന്ന് ഓടി രക്ഷപ്പെടും, അല്ലെങ്കിൽ രാഷ്ട്രപതി മന്ദിരം കയ്യേറും. പ്രധാനമന്ത്രിയെ നാട്ടുകാർ പണ്ട് മുസോളിനിയെ കൈകാര്യം ചെയ്ത പോലെ, അല്ലെങ്കിൽ മഹീന്ദ്ര രാജപക്ഷെ കൈകാര്യം ചെയ്ത പോലെ കൈകാര്യം ചെയ്യും എന്നൊക്കെ വിചാരിച്ച് കോൾമയർ കൊള്ളുന്നത് അതൊന്നും നടക്കാൻ പോകുന്നില്ല, നടപ്പുള്ള കാര്യമേ അല്ല. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ ചില രാഷ്ട്രീയമായ അമാനങ്ങൾ ഈ സമരത്തിനുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ അധികാരത്തിൽ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട വികാരം, ഈ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്ന പക്ഷം ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ ഇല്ലാതാകും, അല്ലെങ്കിൽ വിദേശ മൂലധനം ധാരാളമായിട്ട് പ്രവഹിക്കും, ആ സ്വദേശ വ്യവസായത്തിന് വലിയ ഒരു ഉത്തേജനം ഉണ്ടാകും, തൊഴിലില്ലായ്മ ഇല്ലാതാകും, ചെറുപ്പക്കാർക്ക് ജോലി കിട്ടും എന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങളോ വ്യാമോഹങ്ങളായിരുന്നു. അതൊക്കെ എന്തുമാത്രം നടപ്പായി എന്നൊക്കെ ചോദിച്ചാൽ വേറെ ചോദ്യമാണ്. വ്യവസായവൽക്കരണം ത്വരിതപ്പെടും, കാർഷിക മേഖലയിൽ പുതിയ ഉണർവുണ്ടാകും, വിദേശ വാണിജ്യം ശക്തിപ്പെടും, പിന്നെ രാഷ്ട്രീയ സ്ഥിരത ഉണ്ടാകും. സ്ഥിരതയുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ഇങ്ങനെയൊക്കെയാണ്. സ്ഥിരത ഉണ്ടായെന്നുള്ളത് ശരിയാണ്, സാമ്പത്തിക പുരോഗതി ഉണ്ടായി, ഒരു പരിധിവരെ ഉണ്ടായി. അതിൻ്റെ ഗുണം ആർക്ക് കിട്ടി എന്നുള്ള വേറെ ചോദ്യമാണ്. എങ്കിൽ പോലും അതൊക്കെ ഉണ്ടായെന്നുള്ളത് ശരിയാണ്. പക്ഷേ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ പൊതുവെയും ചെറുപ്പക്കാരുടെ ഇടയിൽ പ്രത്യേകിച്ചും ഉണ്ടായിരുന്ന പ്രതീക്ഷകൾ എന്തുമാത്രം ഫലവത്തായി എന്ന് ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ ഈ പാറ്റ സമരത്തിൽ പുറത്തു വന്നത്. എന്താണ്? അന്ന് ഏത് വിഭാഗക്കാരാണോ മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കി നരേന്ദ്രമോദിയെ
അധികാരത്തിലേറ്റാൻ ശ്രമിച്ച അതേ വിഭാഗം, അതായത് നഗരങ്ങളിലും നഗരപ്രാന്തങ്ങളിലുമുള്ള വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ, അവർ ഈ സർക്കാരിനെതിരായിട്ട് തിരിഞ്ഞിരിക്കും. അവർ പറയുന്നത് ഈ പ്രവേശന പരീക്ഷ അല്ലെങ്കിൽ പൊതുപരീക്ഷയിൽ വലിയ കൃത്രിമം നടന്നിരിക്കുന്നു. ആ കൃത്രിമം നടത്തിയ ആളുകൾക്കെതിരെ നടപടിയെടുക്കാനായിട്ട് സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അത് ഒട്ടുനോട്ടത്തിൽ ശരിയുമാണ്. കാരണം ഈ നീറ്റ് പരീക്ഷയാണെങ്കിൽ CBSE പരീക്ഷയാണെങ്കിൽ വലിയൊരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് നഗര പരിധിക്കകത്തുള്ള ഇടത്തരക്കാർ പങ്കെടുക്കുന്ന ഒരു വലിയ കലാപരിപാടിയാണ്, വലിയ മാമാങ്കമാണ്. അത് ഇല്ല ചോദ്യക്കടലാസ് ചോരും. ഈ ചോദ്യക്കടലാസ് ചോർച്ചയ്ക്ക് പിന്നിൽ BJPയുമായി ബന്ധമുള്ള ആളുകളാണ് എന്നുള്ള കാര്യം പുറത്തു വരും. അതും കുഴപ്പമില്ല. അങ്ങനെയുള്ള ആളുകളുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കും എന്ന് പ്രധാനമന്ത്രി വാഗൊണ്ട് പറഞ്ഞാലും പോരാ, നടപടിയെടുത്ത് കാണിക്കണം. ഇതാ ഇന്ത്യന്മാരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഏത് പാർട്ടിക്കാരായാലും ശരിയാണ്, BJPക്കാരോ RSSകാരോ ഇനി ശിവസേനക്കാരോ ആനന്ദമാർഗ്ഗക്കാരോ ആണെങ്കിലും ഞങ്ങൾ നടപടിയെടുക്കും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ട്. അവിടെയാണ് അവർക്ക് പരാജയം സംഭവിച്ചത്. ഇനി വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചാൽ ഇതിനുണ്ടായ ആപാകതകൾക്കൊക്കെ പരിഹാരമായെന്ന് വെച്ചാൽ അത് വേറെ ചോദ്യമാണ്. പക്ഷേ ധാർമ്മികമായ ഉത്തരവാദിത്തം അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ചില മന്ത്രിമാരെ മാറ്റേണ്ടതായിട്ട് വരും, ചിലർ രാജിവെച്ച് പോകേണ്ടതായിട്ട് വരും, ചിലരുടെ വകുപ്പ് മാറ്റേണ്ടതായിട്ട് വരും. ഇതൊക്കെ അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യമായിട്ട് വരും. അതേത് സർക്കാരിനാണെങ്കിലും വിടും. നേരെ മറിച്ച് ഞാൻ പിടിച്ച മൊയിലിന് 3 കൊമ്പ് എന്ന രീതിയിൽ നിന്നാൽ ആളുകളെ കൂടുതൽ വെറുപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ധർമ്മേന്ദ്ര പ്രധാനെ അന്ന് രാജി ഒപ്പിച്ചിരുന്നെങ്കിൽ, അദ്ദേഹം സ്വമേധയാ രാജിവെച്ചിരുന്നെങ്കിൽ, അവിടെ കുറേ കൂടി കർക്കശക്കാരനായ ഒരു മന്ത്രി വരികയും കുറേ കൂടി ഉത്തരവാദിത്തത്തോടെ അന്വേഷണം നടക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്ത് പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞിട്ട് കയ്യാമം വെച്ച് നടു റോഡിലൂടെ നടത്തിക്കൊണ്ടുപോയെങ്കിൽ അപ്പോഴും പരീക്ഷ റദ്ദാക്കിയതിൻ്റെ ക്ഷീണമൊന്നും മാറിയില്ല. പക്ഷേ ആളുകൾക്ക് അത് കാണുമ്പോൾ ഒരു ഉത്തേജനം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഗതി ഉണ്ടല്ലോ, നരേന്ദ്രമോദിയാണല്ലോ നാട് ഭരിക്കുന്നത്. ഇതാ ചോദ്യപേപ്പർ ചോർത്തിയന്മാരെ കയ്യാമം വെച്ച് നടു റോഡിലൂടെ പൊരുവെയിലത്ത് നടത്തുന്നു എന്ന് കരുതി സമാധാനിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു സമാധാനം ഇല്ല. അതുകൊണ്ടാണ് ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ സമര പന്ഥാവിൽ ഇറക്കി. അല്ലെങ്കിൽ ചെറുപ്പക്കാർ പൊതുവെ അതിൽ പലതരക്കാരുണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. പലരുടെ ഉദ്ദേശങ്ങൾ പലതായിരിക്കും, പലരുടെ താല്പര്യങ്ങൾ പലതായിരിക്കും. ചിലർ ഈ നീറ്റ് പരീക്ഷയിൽ ഉള്ള ആ അസംതൃപ്തി കൊണ്ട് മാത്രമായിരിക്കും. വേറെ ചിലർ ഈ നാട്ടിൽ കുറച്ചാളായല്ലോ നല്ലൊരു സമരം നടന്നിട്ട് അതിനൊന്ന് പങ്കെടുത്തോളാം എന്ന് വിചാരിച്ച് വരുന്നവരായിരിക്കും. അവരും ദുരുദ്ദേശപ്രേരിതരായിട്ട് വരുന്നവരായിരിക്കില്ല. നേരെ മറിച്ച് രാജ്യം കുട്ടിച്ചോറാക്കണം എന്ന് താല്പര്യമുള്ള ഒരാളുകളുണ്ട്, പല വിഭാഗത്തിലുമുണ്ട്. അതിൽ പണ്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ സമരത്തിൻ്റെയൊക്കെ രീതിയിലേക്ക് പോകാം. ഇപ്പോൾ ഈ പ്ലക്കാർഡ് പിടിച്ചേക്കുന്നവരുടെ ചിലരുടെ കയ്യിൽ ഫ്രീ ഉമർ ഖാലിദ് എന്ന് എഴുതിയ പ്ലക്കാർഡ് കേട്ടു. അപ്പോൾ അതൊക്കെ നൽകുന്ന ചില സൂചനകളുണ്ട്. അല്ലെങ്കിൽ പഞ്ചാബിലെ സിഖ് പ്രക്ഷോഭകാരികൾ, ഖാലിസ്ഥാൻവാദികൾ, കാശ്മീരിലെ വിഘടനവാദികൾ, ഇവരൊക്കെ ഇതുപോലുള്ള സമരം വരുമ്പോൾ ചാടിക്കയറി എൻ്റെ മുമ്പിൽ കയറി നിൽക്കും. അവരുടെ ഉദ്ദേശം വേറെ ആയിരിക്കും. ഇപ്പം നമുക്ക് അറിയാവുന്ന, എനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു കാര്യം പറയാം. ഈ കന്യാസ്ത്രീയുടെ കേസ് ഓർമ്മയില്ലേ, ബിഷപ്പ് ഫ്രാങ്കോയുടെ? അതെ. ഈ ഫ്രാങ്കോയുടെ സംഭവം കഴിഞ്ഞപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല, ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യുന്നില്ല. പോലീസ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക, ഒരു തീരുമാനത്തിലെത്തുന്നില്ല. ആ ഘട്ടത്തിലാണ് ഈ കന്യാസ്ത്രീയുടെ സുഹൃത്തുക്കളായ അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ള കന്യാസ്ത്രീകൾ എറണാകുളത്ത് നമ്മുടെ ഹൈക്കോടതി ജംഗ്ഷനിൽ വഞ്ചി സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നിരാഹാര സമരം അല്ലെങ്കിൽ ഒരു സത്യാഗ്രഹ സമരം നടത്തി. അപ്പോൾ ആ സമരത്തിൽ ഞങ്ങളൊക്കെ ഉത്സാഹ കമ്മിറ്റിയിലുള്ള ആൾക്കാർ, ഞാൻ, നമ്മുടെ ജസ്റ്റിസ് കമാൽ പാഷ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ, CR നീലകണ്ഠൻ, നമ്മളൊക്കെ നല്ല ഉദ്ദേശത്തോടെ പങ്കെടുക്കണം. കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടണം, മിനിമം കാര്യമുള്ളൂ. ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഈ സമരം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഞാൻ പറയാൻ വന്നത്, ഈ സമരം നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് മുൻപന്തിയിൽ ചാടിക്കയറുന്ന ആൾക്കാരായിരിക്കുന്നത് ഒരു കൂട്ടർ ഹിന്ദു ഐക്യവേദിക്കാരാണ്. അവരെ സംബന്ധിച്ചുള്ള കത്തോലിക്ക സഭയുടെ ആ ഒരു ഇമേജ് ടാർണിഷ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം. മറ്റൊരു കൂട്ടർ ജമാഅത്തെ ഇസ്ലാമി മുതൽക്ക് അങ്ങോട്ടുള്ള ഈ വിഘടന പ്രസ്ഥാനക്കാർ, വിധ്വംസക ശക്തികളാണ്. അവരുടെ ഉദ്ദേശം കത്തോലിക്ക സഭ തകർത്ത് കാട്ടണം, അതിൻ്റെ മുറയിൽ പോകണം, അതിൻ്റെ ക്രെഡിബിലിറ്റി പോകണം, ഇതിലെ പുരോഹിതന്മാർ മുഴുവനും സ്ത്രീലംബടന്മാരാണ് എന്ന ഒരു പ്രതിച്ഛായ കൊടുക്കും. അവർ വളരെ ഉത്സാഹത്തോട് അവിടെ ഒന്ന് പങ്കെടുത്തു. നമ്മളിങ്ങനെയുള്ള പല കലാപരിപാടിയിലും പങ്കെടുത്ത് പരിചയമുള്ള ആളുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇവരുടെ ഉദ്ദേശം എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ്, അവരെന്ത് നടപടിക്രമമാണ് ഇതിനു വേണ്ടി പാലിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം അത് ഡൽഹിയിൽ പ്രത്യേകിച്ചും നടക്കാൻ നല്ല സാധ്യതയുണ്ട്. കാരണം വിധ്വംസകവാദികളുണ്ട്, വിഘടന പ്രസ്ഥാനക്കാരുണ്ട്, കാശ്മീർ തീവ്രവാദികളെ പിന്തുണക്കുന്നവരുണ്ട്, ഖാലിസ്ഥാൻ തീവ്രവാദികളുണ്ട്, പിന്നെ വെറുതെ നാട്ടിൽ എന്തെങ്കിലും കലാപൂട്ടായി കാണണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ അതിനകത്ത് പങ്കെടുക്കും.
അവരാണ് പ്രകോപനപരമായ പല പരാമർശങ്ങളും മലയാളത്തിലടക്കം നടത്തി നമ്മൾ കണ്ടത്. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം കൂടുതൽ തുടർന്ന് പോയാൽ തീർച്ചയായിട്ടും സർക്കാർ കൂടുതൽ ബലം പ്രയോഗിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ പോലും കർഫ്യൂ പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ കടുപ്പം കൂടിയ ചില വകുപ്പുകൾ ഉപയോഗിച്ച് ഇവരെ പിരിച്ചുവിടാനുള്ള ശ്രമത്തിലേക്ക് സർക്കാർ. അപ്പോൾ അങ്ങനെ ഒരു അപകട സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഈ സമരം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സമരവുമായി ബന്ധപ്പെട്ട് അങ്ങ് സൂചിപ്പിച്ച ചില ആളുകളുടെ പേരുകൾ, അവരുടെയൊക്കെ തന്നെ പാർട്ടിസിപ്പേഷൻ, അതിനൊപ്പം തന്നെ ചില വിദേശികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. CIA ബന്ധം അവിടെ ആരോപിക്കപ്പെടുന്നുണ്ട്. കൂടാതെ അത്തരത്തിലുള്ള കുറേയേറെ വിദേശ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള സംശയമുയർത്തുന്ന തരത്തിലുള്ള കുറേയേറെ കാര്യങ്ങൾ, ചില രഹസ്യ ക്യാമറ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഈ വിഷയത്തിൽ സംശയം ജനിപ്പിക്കുന്ന ഘടകങ്ങളായി അറ്റാച്ച് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ? അതെ, ഇത് സംശയം ജനിപ്പിക്കുന്ന ഒരുപാട് ഇടപാടുകൾ ഈ സമരത്തിലല്ലേ ഇതുപോലുള്ള ഏത് സമരത്തിലും ഉണ്ടാവും. പിന്നെ വിദ്യാർത്ഥികളുടെ സമരം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സമരം കൊണ്ട് മാത്രം സർക്കാരിനെ മറിച്ചിടാൻ പറ്റിയില്ല എങ്കിൽ പോലും ഇത് ലോങ് റണ്ണിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കും. ഇന്ദിരാഗാന്ധി ഇങ്ങനെയാണ് പോയത്. അതെനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. ഇന്ദിരാഗാന്ധി 1971 അധികാരത്തിൽ വരുന്ന വലിയ ഗ്ലാമറിലാണ്, വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കുന്നു. അതിനുശേഷം ഭരണഘടന ഭേദഗതി ചെയ്യുന്നു, ബാങ്ക് ദേശവൽക്കരണം നടത്തും, അതുപോലെ പ്രിവി പേഴ്സ് നിർത്തലാക്കും, അരിമട്ട, ഭാസ്കര മുതലായ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കും, പൊക്രാനിൽ അണുപരീക്ഷണം നടത്തും, പാകിസ്ഥാനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നു, ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കും. അങ്ങനെ വലിയ ഗ്ലാമറിൽ നിൽക്കുന്ന സമയത്താണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം അഹമ്മദാബാദിൽ ആരംഭിക്കുന്നത്. അഹമ്മദാബാദിൽ തുടങ്ങിയ പ്രക്ഷോഭം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പടർന്നു. അങ്ങനെ വലിയ കലാപത്തിലേക്ക് പോയി, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ ഞാൻ പറയാൻ വന്നത്, ആ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ പ്രതിച്ഛായക്കുണ്ടായ വലിയ നഷ്ടമാണ്. അതുപോലെ ഒരു പരിണതിയിലേക്ക് ഇത് പോവാം. വിദ്യാർത്ഥികൾ അഹമ്മദാബാദിൽ തുടങ്ങിയ ഒരു സമരമാണ് ആത്യന്തികമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്കും ഇന്ദിരാഗാന്ധിയുടെ പതനത്തിലേക്ക് നയിച്ചത്. ഓക്കെ. പക്ഷേ അതും ഇതും തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഈ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ കൈ കെട്ടി നിൽക്കരുത്. പ്രത്യേകിച്ച് സംഘടനാ കോൺഗ്രസ്, ജനസംഘം, സോഷ്യലിസ്റ്റ് പാർട്ടി, അങ്ങനത്തെ അവിടുത്തെ മുൻനിര പാർട്ടികൾ അവരെല്ലാവരും നിർനിമേഷമായിട്ട് നോക്കി നിന്നു. കോൺഗ്രസ് ആണെങ്കിൽ ഇതിനെ ശക്തമായിട്ട് എതിർത്തു. പക്ഷേ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ആ രീതിയിലൊക്കെ ഒരു പ്രതികരണത്തിലേക്ക് പോയിട്ടില്ല. കേന്ദ്ര സർക്കാർ ഇത് കാത്തു നിൽക്കുന്നു, സാഹൂതം കാത്തു നിൽക്കുന്നു. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതം തെരഞ്ഞെടുപ്പിലാണ് ഉണ്ടാകുന്നത്. കാരണം അഭ്യസ്തവിദ്യരായ ആളുകളുടെ, ചെറുപ്പക്കാരുടെ, തൊഴിലില്ലാത്തവരുടെ ഒക്കെ വികാരം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ശരിക്കുള്ള അപകട സാധ്യത. അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാ പാർട്ടികളെയും പല രീതിയിലും ബാധിക്കാം. ഇപ്പോൾ ഇവർ തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി വേണമെങ്കിൽ സംസ്ഥാന ഘടകം രൂപീകരിച്ച് കേരളത്തിൽ മത്സരിക്കാം, ഓക്കെ, തമിഴ്നാട്ടിൽ മത്സരിക്കാം, ആന്ധ്രയിലോ തെലുങ്കാനയിലോ മത്സരിക്കാം, ദേശീയ അടിസ്ഥാനത്തിൽ മത്സരിക്കാം. അത് നേതാക്കന്മാരുടെ അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും രാഷ്ട്രീയമായ അഭിലാഷത്തെയും ആശ്രയിച്ചിരിക്കും. ഓക്കെ. മറ്റൊരു സംശയം, ഈ കോക്രോച്ചുകളെ കേന്ദ്ര സർക്കാർ വില കുറച്ച് കണ്ടോ എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അല്ല, കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെടുന്ന തന്നെ ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു അസംബന്ധ പരാമർശത്തിൽ നിന്നാണ്. പക്ഷേ ചീഫ് ജസ്റ്റിസ് അത് നടത്തിയില്ലായിരുന്നെങ്കിലും ഈ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഒരു പക്ഷേ വേറെ എന്തെങ്കിലും ആയിരുന്നു. കാരണം ഈ ഒരു വികാരം അവിടെ ഉണ്ട്. അതായത് ഇടത്തരക്കാരെ, നഗരത്തിലെ യുവാക്കളെ മോഡി സർക്കാർ വഞ്ചിച്ചു എന്ന വികാരമുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ തെരുവിലിറങ്ങിയത്. അല്ലാതെ എവിടെ നിന്നോ വന്നൊരു ചങ്ങാതി ഇവിടെ നിന്ന്, ഞാൻ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അഖില ലോക നേതാവാണ്, ഞാൻ പറഞ്ഞ നിങ്ങൾ അനുസരിക്കുവിൻ എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നതല്ല. അങ്ങനെ ഒരു വിഷയമേ ഇല്ല. അപ്പോൾ ഈ വികാരം അവിടെ ഉണ്ടായിരുന്നു. കോക്രോച്ചിനെ കുറിച്ച് ചീഫ് ജസ്റ്റിസ് പരാമർശിച്ച തരത്തിലേക്ക് വേറൊരു പേരിൽ ഇവർ വരുവാണ്. അവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം കൂടി സംശയിക്കുന്നത്. ഈ വിദേശ ശക്തികളുടെ ഫണ്ടിങ് ഉണ്ടോ? BJPക്കാർ പറഞ്ഞ പോലെ ജോർജ് സോറസ് വ്യക്തിപരമായിട്ട് പണം മുടക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലുള്ള സിൻഡിക്കേറ്റുകൾ രാജ്യത്ത് കലാപം അഴിച്ചുവിടാൻ വേണ്ടി പണം മുടക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെയാണ് സിലോണിൽ കുഴപ്പമുണ്ടായത്, അങ്ങനെയാണ് ബംഗ്ലാദേശിൽ കുഴപ്പമുണ്ടായത്, അങ്ങനെയാണ് ഒരു പരിധിവരെ പാകിസ്ഥാനിൽ ഇപ്പോഴും വലിയ ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ, തുടക്കത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ, ആ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തൊരു രാജി, അതിനോടൊപ്പം തന്നെ കർക്കശ നടപടികൾ ഇതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും വലിയ ഒരു സമരം അല്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ പോകില്ലായിരുന്നു. അത് ശരിയാണ്. അത് സർക്കാർ കുറച്ചുകൂടി ഒരു സംയമനത്തോടെയും വിവേകത്തോടെയും ഈ കാര്യത്തിൽ പ്രവർത്തിക്കുകയും, ചോദ്യക്കടലാസ് ചോർച്ച എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അതെ, പാർലമെൻറ്റ് സെഷനിലില്ല എങ്കിൽ പോലും ഇത് ചെറിയ കാര്യമല്ല, ശരിക്കും വലിയൊരു കാര്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അതിനോടൊപ്പമാണ് സാർ, ഈ സോനം വാങ്ചുക്ക് സമരത്തിൽ നിരാഹാര സമരം അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു അപ്രതീക്ഷിതമായ ഒരു പിന്മാറ്റത്തിലേക്ക് പോകുന്നതായാണ് കാണുന്നത്. അതിന് പിന്നിൽ എന്തെങ്കിലും
ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അതിൽ എല്ലാം എന്തൊക്കെ ദുരൂഹതകളുണ്ട്. അത് എന്താണ് നമുക്ക് ഈ ഘട്ടത്തിൽ അത്ര വ്യക്തമല്ല. പക്ഷേ സോനം വാങ്ചുക്ക് എന്തുകൊണ്ട് പിന്മാറി? അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ ജിഹാദി എലമെൻറ്റ്സ് അല്ലെങ്കിൽ അർബൻ നക്സലുകൾ, മാവോയിസ്റ്റുകൾ, ഇവരൊക്കെ എന്തുകൊണ്ട് ഇതിൽ വളരെ ഊർജിതമായി പ്രവർത്തിക്കും? അത് പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് ഈ സമീപ ദിവസം വരെ ഇതിൽ നിന്ന് വിട്ടുനിന്നു? CPM ഒഴിച്ച്. CPM നേതാക്കളായ ജോൺ ബ്രിട്ടാസും നമ്മുടെ റഹീമും ദൈനംദിന അടിസ്ഥാനത്തിൽ അവിടെ പോയി ഇവരെ ഉത്തേജിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അല്ലാത്ത ആളുകൾ അവരെന്തുകൊണ്ട് ഇത്ര ദിവസം വിട്ടുനിന്നു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയേണ്ടതായിട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും. ഇതിപ്പോൾ കേൾക്കുന്നത് സോനം വാങ്ചുക്ക് പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാൻ അനുകൂലമായി സംസാരിക്കുന്നതിൻ്റെ വീഡിയോയൊക്കെ പുറത്തു വരുന്നു, അല്ലെങ്കിൽ അത് അദ്ദേഹത്തെ കാണിക്കുന്നു. 2 കേന്ദ്ര നേതാക്കൾ അദ്ദേഹത്തെ കാണുന്നു. അതിനുശേഷമാണ് അദ്ദേഹം അപ്രതീക്ഷിതമായ ഒരു പിന്മാറ്റം പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ പിന്മാറ്റത്തിലേക്ക് പോകുന്നത്. അതെ, അത് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. മാത്രമല്ല വിദേശ ശക്തികളുടെ ഇടപെടലിൻ്റെ അകത്ത് എന്തോരം ഉണ്ടായിട്ടുണ്ട്. പുറമേ നിന്ന് എത്ര പണം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഇതൊക്കെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവരുടെ പരിഹാരഗതി ഏത് രീതിയിലായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അന്ത്യം എങ്ങനെയായിരിക്കും എന്ന് ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ പറ്റിയില്ല. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ തെരുവിൽ സമരം ചെയ്ത് പുറത്തിറക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സാഹചര്യങ്ങൾ ഈ രാജ്യത്തുണ്ട് എന്നുള്ളതുകൊണ്ട് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചു ഈ വ്യക്തിപരമായിട്ട് PJ ജോയിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ കൊടുത്ത ധനസഹായം അല്ല എന്താണെന്ന് വെച്ചാൽ അത് അതിനോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായ സമരം നടക്കുന്നു. അതിനിടയിൽ ഒട്ടേറെ ആരോപണങ്ങൾ വരുന്നു, ആക്രമണം നടക്കുന്നു, സമരക്കാർക്ക് പരിക്കേൽക്കുന്നു, പോലീസിന് പരിക്കേൽക്കുന്നു. പക്ഷേ ആദ്യം അങ്ങ് പറഞ്ഞതുപോലെ കോൺഗ്രസ് ഈ സമരത്തിൽ പങ്കുചേരുന്നില്ല. പിന്നാലെ ഒരു മറ്റ് നിർവാഹമൊന്നും ഇല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കും വിധം അവർ വീണ്ടും ഒരു സമരത്തിലേക്ക് ഇറങ്ങി ചാടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സർക്കാർ അവിടെ സ്വീകരിച്ചൊരു നിലപാട് എനിക്ക് തോന്നുന്നു അതൊരു ഹൈലി പൊളിറ്റിക്കൽ മൂവാണെന്ന് തോന്നുന്നു. പ്രതിപക്ഷത്തെ അവർ യാതൊരു വിധത്തിലും കണക്കിലെടുക്കുന്നില്ല ഈ വിഷയത്തിൽ. പക്ഷേ CJPയെ അവർ സമീപിക്കുന്നു, ചർച്ച എവിടെ വേണമെങ്കിലും നടത്താം എന്ന് പറയുന്നു. അതൊരു പൊളിറ്റിക്കൽ മൂവ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം, അല്ലേ? തീർച്ചയായിട്ടും അത് BJPയുടെ ഒരു വലിയ പൊളിറ്റിക്കൽ ഗാമ്പിളാണ്, വലിയൊരു രാഷ്ട്രീയ ചൂതാട്ടമാണ്. BJPക്കാരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസുമായിട്ട് ചർച്ച ചെയ്ത് തീർക്കാവുന്ന പ്രശ്നമല്ല ഇത്. പാർട്ടികളുടെ പ്രശ്നം അവരുണ്ടാക്കിയതാണ്. അത് അവരുമായിട്ട് സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കുന്നതാണ് അതിൻ്റെ ബുദ്ധി. അതിന് മാത്രം പ്രാവർത്തികമാകും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും ശരിക്കും ചെയ്യാവുന്ന അവരുമായിട്ട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഇത് പ്രശ്നം തീർന്നു. പ്രതിപക്ഷത്തെ ഇടപെടിക്കാതെ നടക്കും. അതായിരിക്കും ഉദ്ദേശിച്ചത്. അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സമരത്തിൽ മറ്റു തരത്തിൽ മനഃശാസ്ത്രപരമായിട്ട് ഒരു യോജിപ്പില്ലാത്തവരാണ്. എന്തുകൊണ്ട് ഇവരെ തോൽപ്പിക്കണം അല്ലെങ്കിൽ മറ്റവരെ ജയിപ്പിക്കണം എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു ഉത്തരവും പറയാനായിട്ട് അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും തർക്ക വിഷയമാണ്. ഒരു കാര്യം, അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഈ സോനം വാങ്ചുക്ക് വീണ്ടും കടുത്ത നിരീക്ഷണത്തിൽ തുടരേണ്ടി വരും ഇൻ്റലിജൻസ് ഏജൻസികളുടെയൊക്കെ തന്നെ എന്ന് തോന്നുന്നുണ്ടോ? കാരണം അദ്ദേഹം അന്ന് തുടക്കത്തിലൊക്കെ തന്നെ പറഞ്ഞത് ലഡാക്കിലെ ജനങ്ങൾ ശക്തമായി സർക്കാരിനൊപ്പം നിന്നിരുന്നു. ഇനി ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിക്കുന്നത് കൊണ്ട് ചൈനക്കാർ ഇതുവഴി ആക്രമിച്ചാൽ ഞങ്ങൾ അവരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചേക്കും. ആ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അത് പല മലയാളം മീഡിയാസും അത് തെറ്റാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അതിൻ്റെ വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നായി പുറത്തു വരുന്ന സാഹചര്യത്തിൽ സോനം വാങ്ചുക്ക് ഇനി അങ്ങോട്ട് കൂടുതൽ നിരീക്ഷണത്തിലാകാനുള്ള സാധ്യതയും ഇല്ലേ? തീർച്ചയായിട്ടും. അദ്ദേഹത്തെ ഇനിയിപ്പോൾ സർക്കാർ അറസ്റ്റ് ചെയ്ത് വീട്ടുതടങ്കലിലാക്കി ഈ മറ്റ് തീവ്രവാദികളെ അവരെ പാർപ്പിച്ചിട്ടുള്ള പോലെ ഏതെങ്കിലും വിദൂരമായ സ്ഥലത്തുകൊണ്ട് താമസിപ്പിക്കാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഓക്കെ. ഈ സമരത്തിൽ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അങ്ങയുടെ അഭിപ്രായത്തിൽ അവർ സ്വീകരിച്ച നിലപാട്, തുടക്കത്തിൽ അവർ സ്വീകരിച്ച നിലപാട്, ഇപ്പോൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് എത്രത്തോളം ആത്മാർത്ഥതയുള്ളതാകാം? അതൊരു പൊളിറ്റിക്കൽ ഗെയിന് വേണ്ടിയിട്ടുള്ളതാണോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഈ CJP ഒരു വശത്തെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നു. അവിടെ രാഹുൽ ഗാന്ധി വീണ്ടും അപ്രസക്തനാകുമോ, അതോ അദ്ദേഹത്തിന് അപ്പർ ഹാൻഡ് ലഭിക്കുമോ? രാഹുൽ ഗാന്ധിയായിട്ട് നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. അദ്ദേഹം ഈ സമരം നടക്കുന്ന സമയത്ത് രാജ്യത്തുണ്ടായിരുന്നില്ല. പിന്നെ സമരം നടക്കുന്ന അതിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം നേരിട്ട് പ്രത്യക്ഷപ്പെടുകയും പിന്നെ കോൺഗ്രസ് MP മാരെ പലരെയും ഇന്ന സ്ഥലത്തേക്കല്ല പോകുന്നത് വേറെ സ്ഥലത്തേക്കാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവിടെ കൊണ്ടുപോയി പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പോലീസുകാരുടെ കൈയും ഇവരുടെ പുറവും തമ്മിലുള്ള ഒരു
സംഭവത്തിലേക്ക് പോയേക്കും. കാരണം പോലീസുകാർ ഒരു പരിധിക്കപ്പുറമൊന്നും MP മാരെ MLA മാരെ ഒന്നും സഹിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ പാർട്ടിയുടെ മുമ്പിലുണ്ട്, ആ സഭയുടെ മുമ്പിലുണ്ട്, എല്ലാ അംഗങ്ങളുടെ മുമ്പിലുണ്ട്. ഓക്കെ. എങ്കിലും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സമരക്കാരെ സർക്കാർ ആഞ്ഞടിച്ചു. സമരക്കാർക്കെതിരെ ശക്തമായ രീതിയിൽ ബലപ്രയോഗം നടത്തി. അവരെ വളരെ ബ്രൂട്ടലായിട്ട് അറ്റാക്ക് ചെയ്തു പോലീസ് എന്നുള്ളൊരു അഭിപ്രായമുണ്ടായിരുന്നു. രാജ്യമെമ്പാടും ഒരു വികാരം സൃഷ്ടിക്കുവാൻ ഈ വാർത്തകൾക്ക് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ്സ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതായത് രാജ്യവിരുദ്ധ ശക്തികളുടെ നുഴഞ്ഞുകയറ്റം ഈ സമരത്തെ വഴിതെറ്റിച്ചുവോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ തന്നെ വന്നതോടുകൂടി പാറ്റകളെയും വലിയൊരു രീതിയിൽ സംശയത്തോടു കൂടി കാണുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ, അതോ ഇതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് ആളുകൾ പോകുമോ? അല്ല, അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കിയ സമരം. ആ സമരം വിദ്യാർത്ഥികളാണ് ആരംഭിച്ച് ഇടക്കാലത്ത് അക്രമാസക്തമായി. ഗുജറാത്തിലെ പ്രശ്നം തീർന്നതിന് ശേഷം ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാറ്റ്നയിൽ, ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്നയിൽ വീണ്ടും സമരം പൊട്ടിപ്പുറപ്പെടുക. ആ സന്ദർഭത്തിൽ ഇതിനൊരു ഒത്തീർപ്പിന് വേണ്ടിയിട്ട് സർവോദയ നേതാവ് സാക്ഷാൽ ജയപ്രകാശ് നാരായണൻ രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഇന്ദിരാഗാന്ധി ഇദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെ ജയപ്രകാശ് ഈ സർക്കാരിന് ഭയങ്കരമെതിരെ, സമരക്കാർക്ക് അനുകൂലമായി. അതുപോലെ അദ്ദേഹം അങ്ങനെ സമരക്കാരെ കലവറയില്ലാതെ പിന്തുണച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് ബീഹാറിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി എന്ന് മാത്രമല്ല, ജയപ്രകാശിൻ്റെ നേതൃത്വം അംഗീകരിക്കാനായിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, CPM CPI ഒഴിച്ചുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, CPM അന്ന് പ്രതിപക്ഷത്താണ്, CPI ഇന്ദിരാ കോൺഗ്രസിൻ്റെ മുന്നണിയിലാണ്, അവർ രണ്ടു കൂട്ടരും ഒഴിച്ച് ബാക്കി എല്ലാവരും തയ്യാറായി. അങ്ങനെ സംഘടനാ കോൺഗ്രസ്, സ്വതന്ത്ര പാർട്ടി, ലോക്ദൾ, അതുപോലെ ഭാരതീയ ജനസംഘം, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരവശിഷ്ട വിഭാഗം, ഇവരൊക്കെ JP മൂവ്മെൻറ്റിൽ ചേർന്നു. അങ്ങനെ JP എന്ന രണ്ടക്ഷരം ഈ രാജ്യത്ത് ഇന്ദിരാഗാന്ധിക്കെതിരായ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു പ്രതീകമായിട്ട് മാറി. JPക്ക് ഇതിനകത്ത് പാർലമെൻ്ററി ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആവാനൊന്നും ആഗ്രഹിച്ചില്ല. നേരെ മറിച്ച് ഇങ്ങനെ ആഗ്രഹമുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയും അവരൊക്കെ കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് അടിയന്തരാവസ്ഥ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ വിദ്യാർത്ഥികൾ തുടങ്ങി വെച്ച സമരം പിന്നീട് മുതിർന്നവരെ ഏറ്റെടുക്കും. മുതിർന്നവർ ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കും. ഓക്കെ. അത് ഒരു ടച്ച് സ്റ്റോണായിട്ട് വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തും. അപ്പോൾ അവർ ജയിക്കും. ഇതാണ് ഒന്നാമത് ഉദാഹരണം. അങ്ങനെ ചെയ്യാം, ഓക്കെ. അതൊരു സാധ്യതയാണ്. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യണ്ടേ, ഈ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം അത് കോൺഗ്രസും സഖ്യകക്ഷികളും ഏറ്റെടുക്കും. അവർ കുറേ കൂടി നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഒത്തുതീർപ്പിന് നിർബന്ധിതമാകും. അതാണ് അതിനകത്തെ ഒരു രീതി. ഓക്കെ. ഇനി അവസാനം ഞാൻ ഒരു കാര്യം കൂടി അങ്ങയുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, അത് മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് ഒരു ജെന്യുവൻ വിഷയമുണ്ട് ഇതിനെല്ലാം പിന്നിൽ. ഇതിൻ്റെ ഇപ്പോൾ നടക്കുന്ന ബഹളം, ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം, അക്രമം, ഇതിനൊക്കെ തന്നെ പിന്നിൽ ഉള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഇത്തരത്തിലുള്ള നീറ്റ് പരീക്ഷ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത്, അത് കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവ് അല്ല കാണേണ്ടത്, നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ കൂടി കണക്കിലെടുത്ത് നോക്കേണ്ടതുണ്ട്. കേരളത്തിൽ, ഈ രാജ്യത്ത് ആവശ്യമായ MBBS സീറ്റുകൾ ഇല്ല. ഇന്ത്യക്ക് വേണ്ടത്ര ഡോക്ടേഴ്സിനെ നമ്മൾ പഠിപ്പിച്ച് പുറത്തേക്ക് ഇറക്കുന്നില്ല എന്ന് ചുരുക്കം. അത്രയും സീറ്റില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ അതിനെ മുതലെടുത്ത് കോടിക്കണക്കിന് രൂപയുടെ നേട്ടമുണ്ടാക്കുന്ന, അനധികൃതമായി ഉണ്ടാക്കുന്ന മാഫിയകൾ രാജ്യത്തുണ്ട്. ഇവർ നടത്തുന്ന ഇടപെടലുകൾ വളരെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, മുമ്പും ഉണ്ടായിരുന്നു, ഇപ്പോഴും തുടരുകയാണ്. അവർക്ക് ചിലപ്പോൾ പ്രാദേശിക നേതൃത്വത്തിൻ്റെ, രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തന്നെ പിന്തുണയുണ്ടാകാം. എങ്ങനെയൊക്കെ ആണെങ്കിലും അവർ നിർബാധം അവരുടെ കൊള്ള തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം കേന്ദ്ര സർക്കാർ അന്വേഷണത്തിലൂടെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിച്ച് ഈ ബേസിക് പ്രശ്നം സോൾവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള ആത്മഹത്യകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കാനുള്ള സാധ്യതയുണ്ട് സാർ. അതെ, ഇതിൽ ജനങ്ങൾക്ക് വിശ്വാസ്യത തോന്നുന്ന, ഉറപ്പ് വരുന്ന ഒരു അന്വേഷണം നടക്കണം. കുറ്റക്കാരെ നിർബന്ധമായിട്ട് ശിക്ഷിക്കണം. അല്ലാതെ തൽക്കാലത്തേക്ക് ഈ പാറ്റ സമരം ഞങ്ങളെ ബാധിച്ചില്ല എന്ന് പറഞ്ഞ് നെഞ്ചു പിടിച്ച് കിടന്നിട്ട് കാര്യമില്ല. ഞാൻ അതാണ് പറഞ്ഞു തുടങ്ങിയത്. അതെ അതെ, ശരിക്കും ഒരു ഇഷ്യൂ അവിടെ ഉണ്ട്, ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ആ പ്രശ്നത്തിന് എന്ത് പരിഹാരം കാണാൻ കഴിയും? സർക്കാരിൻ്റെ കയ്യിൽ എന്ത് പരിഹാരമാണ്? പാറ്റകളുടെ കയ്യിൽ എന്ത് പരിഹാരമാണ്? അല്ലെങ്കിൽ ഇതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് താല്പര്യം എന്താണ്? ഇത് തെളിഞ്ഞ പ്രശ്നം തീർന്നു. അതെ,
തീർച്ചയായിട്ടും എന്തായാലും ഇതിന് പിന്നിൽ ഒരു ബേസിക് ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ സോൾവ് ചെയ്യേണ്ടതുണ്ട്. അതിന് നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. സുതാര്യമായ വിശ്വാസം ആർജിക്കും വിധത്തിലുള്ള അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ബോധ്യമാവുകയുള്ളൂ തങ്ങളുടെ കൈ ശുദ്ധമാണ് എന്ന്, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്നു എന്ന്. ആ ഒരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകുവാൻ മോദിയും ടീമും തയ്യാറാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ മുതലെടുത്ത് രാജ്യത്തെ തകിടം മറിക്കുവാൻ ശ്രമിക്കുന്ന വിദേശ ശക്തികൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞേ മതിയാവൂ. അതിനെ ശരിയായ രീതിയിൽ കണ്ടെത്തുന്നതിൽ നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗം പരാജയപ്പെടുകയാണോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ ഏത് ഭരണകൂടമായാലും അത് തുടക്കത്തിൽ അവർ ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ മെറിറ്റ് അനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എല്ലാ പ്രതിഷേധങ്ങളെയും എന്ന് ചുരുക്കം. അങ്ങനെ ജെന്യുവിനായ രീതിയിലുള്ള സമീപനം അത് ഏത് സർക്കാരാണെങ്കിലും, സംസ്ഥാനമാണെങ്കിലും കേന്ദ്രമാണെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ സാധിക്കും. ഇല്ല എങ്കിൽ അത് മറു രീതിയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് വിത്ത് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡ് കാണാൻ നോക്കാം. നമസ്കാരം.